നമുക്കിന്ന് റിപ്പയർ ചെയ്യാനായിട്ട് 2 വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മെയിൻ കംപ്ലയിൻറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വരുന്ന വണ്ടിയുടെ കംപ്ലയിൻറ്റ് എൻ്റെ വേറിംഗ് കിറ്റ് കംപ്ലയിൻ്റ് ആണ്. പുള്ളി കുറച്ച് ദിവസം ഒതുക്കി വെച്ചിരുന്ന വണ്ടിയാണ്. അപ്പോൾ ഇപ്പോൾ പാർക്കിംഗ് മോഡൊന്നും ചേഞ്ച് ആവുന്നില്ല. അപ്പോൾ പുള്ളി സ്വിച്ചും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് നോക്കി, പക്ഷേ വേറൊരു വ്യത്യാസമില്ല. നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് ഇതിൽ കണക്ഷൻ വരുന്നില്ല. അപ്പോൾ എലി കയറിയതാണോ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും പുള്ളി എൻ്റെ വേറിംഗ് കിറ്റ് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന വീഡിയോ നമ്മളെ ചാനലിൽ വരുന്നതാണ്. അതുപോലെ തന്നെ അടുത്തൊരു വണ്ടി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ വർക്കാണ്. അപ്പോൾ അത് 4 കോൾ സീൽ ഒരു 6 മാസം ഒതുക്കി വെച്ച് പറഞ്ഞിട്ടുണ്ട്. 4 കോൾ സീൽ കീ സെറ്റൊക്കെ കംപ്ലൈൻറ്റ്. ഇത് പഴയ കീ സെറ്റാണ്. അപ്പോൾ നമ്മൾ പുതിയ കീ സെറ്റൊക്കെ അവൈലബിൾ ആണ്. ഒരുവിധം വണ്ടിയുടെ എല്ലാം നമ്മളതിൽ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ത്രോട്ടിലും കംപ്ലൈൻറ്റ് ഉണ്ട് ഈ വണ്ടിക്ക്. അപ്പോൾ ത്രോട്ടിലും നമ്മളതിൽ സ്റ്റോക്കുണ്ട്. ഒരുവിധം എല്ലാ വണ്ടിയുടെയും സ്റ്റോക്കുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഏതെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഒരുവിധം വണ്ടിയുടെ ഒരുവിധം പാർട്സൊക്കെ നമ്മൾ അവൈലബിൾ ആണ്. എല്ലാം അവൈലബിൾ ആണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും അത്യാവശ്യമുള്ള എല്ലാം അവൈലബിൾ ആണ്. ത്രോട്ടിലൊക്കെ ഒരു 10-15 മോഡൽ നമ്മളിലുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോട്ടോ അയച്ചു തന്നാൽ നമ്മൾ കൊറിയർ ചെയ്ത് തരാം. പിന്നെ എന്ത് വർക്കുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മൾ മാക്സിമം നമ്മളെ പറ്റും പോലെ നമ്മൾ ചെയ്തു തരുന്നതാണ്. പിന്നെ സമയത്തിൻ്റെ ഒരു പരിമിതി ഉണ്ട്. അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഒന്ന് കോൾ ചെയ്യണത് ചില സമയം എടുക്കുന്നില്ല എന്നൊരു പരാതിയുണ്ട്. കാരണം വർക്കിലൊക്കെ ആകുമ്പോൾ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഒന്ന് എല്ലാവരും വാട്സപ്പ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. താങ്ക് യു.